ഇന്നിപ്പം ഞങ്ങൾ ഒരു രാമേശ്വരം കഫേയിൽ ഫുഡ് കഴിക്കാൻ പോയൊരു കുട്ടി വീഡിയോ ആണ്. ഒരു മൺഡേ വൈകിട്ടാണ് നമ്മൾ പോയത്. കാരണം വീക്കെൻഡ്സ് ഭയങ്കര തിരക്കാണ്. മൺഡേ ആയിട്ട് തന്നെ നല്ല തിരക്കായിരുന്നു ഇന്നവിടെ. അപ്പം എനിക്ക് വീക്കെൻഡ്സ് എങ്ങനെയാണെന്ന് പോലും ആലോചിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്ന ഫീലൊന്നും അല്ല. ശരിക്കും ഒരു അമ്പലത്തിൻ്റെ ഒരു വൈബാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. പിന്നെ നമ്മളവിടെ ചെന്ന് ആദ്യം നമ്മൾ ചുമ്മാ ഒന്ന് മൊത്തം കാണാം എന്നോർത്തു. കാരണം അത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ റെസ്റ്റോറൻ്റാണെന്നാണ് പറയുന്നത്. ഒരു 600+ ആൾക്കാർക്കൊക്കെ സീറ്റിംഗ് കപ്പാസിറ്റി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതല്ലാണ്ട് ആൾക്കാർ തറയിലിരുന്നൊക്കെ കഴിക്കുന്നത് നിങ്ങൾക്ക് കാണാം. നല്ല ക്ലീൻ ആയിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ നമ്മൾ ചെന്ന് ആദ്യം ഫുള്ളൊന്നിങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. കാരണം കുറേ കാര്യങ്ങൾ ഇങ്ങനെ കാണാൻ ശരിക്കും ഒരു അമ്പലം പോലെയാണ് ചെയ്തേക്കുന്നത്. പിന്നെ ചുറ്റും നിറച്ച് സീറ്റിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ പോവുകയാണെങ്കിൽ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ രസമായിരിക്കും. കാരണം അവർക്ക് കുറച്ച് നടക്കാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മൾ ഓർത്ത് ആദ്യം ഓർഡർ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് കുറച്ചും ഒന്ന് മൊത്തം നോക്കാം എങ്ങനെയാ, എന്നിട്ട് ഓർഡർ ചെയ്യാമെന്ന് ഓർത്തു. ഇതൊക്കെ ഇതിനകത്ത് തന്നെയുള്ള ഇതാണ് ദൈവത്തിൻ്റെ സ്റ്റാച്യൂസൊക്കെയാണ്. അപ്പം അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ആദ്യം ഇങ്ങനെ ഫുൾ ഇങ്ങനെ നോക്കുന്നു. കാരണം അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. നല്ല വലിയൊരു റെസ്റ്റോറൻറ്റാണ്. പിന്നെ അവരവിടെ സ്ക്രീനിൽ തന്നെ അവരിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇത് ഫുൾ ഇവരുടെ കുക്കിംഗ് ഏരിയയാണ്. ഇവിടെയാണ് ഇഡ്ഡലി ദോശ എല്ലാം കുക്ക് ചെയ്ത് വരുന്നത്. സോ ഇതിങ്ങനെ 4 സൈഡിൽ നമുക്ക് നിന്നിട്ട് നോക്കാം ഓരോ സാധനം. പിന്നെ ഇതിപ്പോൾ നമ്മൾ തന്നെ സെൽഫായിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത് നമ്മൾ സ്ക്രീനിൽ സെലക്ട് ചെയ്ത് ഓർഡർ ചെയ്തിട്ട് പേയ്മെൻറ്റ് അവിടെ തന്നെ ചെയ്യാം. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു ബില്ലും കിട്ടും. പിന്നെ ഓരോ ഫുഡിനുള്ള ഓരോ ടോക്കണും കിട്ടും. അപ്പോൾ ആ ടോക്കണായിട്ട് നമ്മൾ ആ കറക്റ്റ് കൗണ്ടറിൽ പോയി നിന്നാൽ മതി. അപ്പം ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാകും മസാല ദോശയിൽ തന്നെ ദോശ തന്നെ ഏത് ടൈപ്പ് ഓഫ് ദോശയാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഇഡ്ഡലി ആണെങ്കിൽ അത് വേറൊരു കൗണ്ടറായിരിക്കും. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ആ കൂപ്പൺ കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ ഓരോന്നായിട്ട് നമുക്ക് തരും. അപ്പം ഞങ്ങൾ ആക്ച്വലി ഓർഡർ ചെയ്ത 2 പൊടി ഇഡ്ഡലിയും ഒരു മസാല ദോശയായിരുന്നു. പിന്നെ ഒരു കോഫി, ഫിൽറ്റർ കോഫി. ഫുഡൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ കുറച്ച് നോർമൽ റെസ്റ്റോറൻറ്റ്സിൽ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ കോസ്റ്റ്ലിയാണ്. പക്ഷെ നല്ല ഫുഡായിരുന്നു. പിന്നെ അതിനകത്ത് തന്നെ അവർ ചെറിയ വാട്ടർഫോൾസും പിന്നെ ഒരു ചെറിയ പശുത്തൊഴുത്തും അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വല്ലപ്പോഴൊക്കെ പോയി സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ ശരി, ബൈ.